പ്രതികരിച്ചത്. മൃദുല ദേവി, ആക്ടിവിസ്റ്റ്, നമുക്കൊപ്പം ചേരുന്നു. മൃദുല, നാണക്കേടുണ്ട് ഈ ചോദ്യം പോലും ചോദിക്കാൻ. ഇവർക്കൊക്കെ വേണ്ടിയാണോ നമ്മളൊക്കെ തിയേറ്ററിൽ പോയത്, കൈയടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് മുന്നിൽ വയ്ക്കുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയം. ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ക്രിമിനൽ വാഴ്ച നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടുന്നോ മൃദുല? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന വാർത്തകൾ ഞാനിപ്പോ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മള് ഞെട്ടുന്നു എന്ന് ചോദിച്ചാല് ഇത് പുറത്തു വിടാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ഇത് ഇത്തരത്തിലൊക്കെയുള്ള വാർത്തകൾ തന്നെ ആയിരിക്കും പുറത്തു വരുന്നത് എന്നുള്ളൊരു നമുക്ക് ഓൾറെഡി പ്രീ ഒക്യുപ്പൈഡ് ആയിരുന്നു മൈൻഡ്. അപ്പൊ അതില് വായിച്ചിരിക്കുന്ന കാര്യങ്ങളില് വന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഒട്ടും ഒരു യാതൊരു തരത്തിലുള്ള, കാരണം അവരൊക്കെ സെലിബ്രിറ്റികളാണ്, പൈസയുണ്ട് മിക്കവരുടെയും കയ്യിലും, എല്ലാവരുടെയും ഒന്നല്ല സ്ത്രീകളെ, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആലിംഗന സീനുകൾ വരുമ്പോഴേക്ക് ആ സീന് വീണ്ടും വീണ്ടും ടേക്ക് എടുപ്പിക്കുന്നുണ്ട് നടന്മാര്. അത്തരം വളരെ ചൂഷണങ്ങളുടെ, അതുപോലെ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ഹോട്ടൽ മുറിയിൽ എപ്പോഴും വന്ന് ഇടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചവ തന്നെയായിരുന്നു. പക്ഷെ അതിലപ്പുറം ഈ ഏറ്റവും ഇത്രയും പണക്കൊഴുപ്പിന്റെ ഒരു മേഖലയിൽ ശുചിമുറി സംവിധാനം അത് ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത്. ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ലാതെയും സ്ത്രീകൾ ഇത് പറയാതിരിക്കുന്നത് അവർക്ക് അവസരം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം കൊണ്ടുമായിരിക്കും. കാരണം ഇത്തരം ഒരു ഈ മറ്റൊന്നും എല്ലാ നടിമാരെയും അല്ല ഞാൻ പറയുന്നത്, സ്ത്രീകളായിട്ടുള്ള എല്ലാവരും ചിലർ ഡെഡിക്കേറ്റഡോടെ നിൽക്കുന്നത് കൊണ്ട് മറ്റു കോഴ്സുകൾ പഠിച്ചു കാണത്തില്ല, മറ്റു തൊഴിൽ ചെയ്യാൻ അറിയില്ല. ഈ ഒരു പാഷൻ തന്നെയാണ് ഇവർ മുന്നിൽ നിൽക്കുന്നുണ്ട്. മറ്റൊരു അവസരം അവർ പഠിക്കാത്തതുകൊണ്ട്, അവർ വേറൊരു കോഴ്സ് പഠിക്കാത്തതുകൊണ്ട് അവർക്ക് ഇതിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള കലയോടുള്ള പാഷനും മറ്റു തൊഴിൽ മേഖലയായിട്ട് ഇതിനെ കരുതുമ്പോഴും അവിടെ കൃത്യമായ രീതിയിൽ അതിനുള്ള പണം അവിടെ ഉണ്ട്. സമ പോലെയുള്ള AMMAയിലൊക്കെ ഒരു അംഗത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആക്ട്രസ് എത്ര പേ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അപ്പൊ തീർച്ചയായിട്ടും അവർക്കുള്ള ഒരു ജനാധിപത്യ മര്യാദയോടെ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സ്വൈര വിഹാരങ്ങൾ നടത്താനായിട്ട്, അതായത് ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിൽ, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണെങ്കിൽ സ്ത്രീകൾക്ക് ഉള്ള പ്രത്യേക ശുചിമുറി സംവിധാനങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഏത് മേഖലയിലും ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് അതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ഏർപ്പാടാക്കി കൊടുക്കാതെ, അതുപോലെ തന്നെ ഇവരുടെ ചില ഇസ്തറ്റിക്കായ വശങ്ങളെ വളരെ മോശമായ രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നമ്മൾ സിനിമ കാണുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെയാണെന്നുള്ളതും അത് പുറത്തു വരാതിരുന്നതിന് പിന്നിലുള്ള ഈ ദുരൂഹത ഇത് പുറത്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുകൊണ്ടാണ് വളരെയധികം ഒരു വിഭാഗം ആൾക്കാർ ഇത് പുറത്തു വിടാതിരുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞെട്ടിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പ്രീ ഒക്യുപ്പൈഡ് മൈൻഡ് ആയിരുന്നു, ഇങ്ങനെ തന്നെ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ബട്ട് വിചാരിച്ചതിലപ്പുറം ഭീകരമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. മൃദുല ആ റിപ്പോർട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് പറയുന്നു, സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ. പക്ഷേ അതൊന്നുമല്ല, ഈ ആകാശത്തിലെ സിനിമ എന്ന ആകാശത്തിലെ താരങ്ങൾ തിളങ്ങുന്നില്ല, ചന്ദ്രന് ആ തിളക്കമില്ല എന്നെല്ലാം പറയുന്നു. ഉന്നതരാണ് നടന്മാരിൽ ഉന്നതർ, സംവിധായകരിൽ, നിർമ്മാതാക്കളിൽ എല്ലാം ഉന്നതരാണ് എന്ന് പറയുന്നിടത്ത് കൃത്യമായി ഈ ഉന്നതർ തന്നെ നേതൃത്വം കൊടുക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാ സംഘടനകൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടാകുന്നില്ലേ? നേരത്തെ അല്പം മുൻപ് ഭാരവാഹികളോട് ചോദിക്കുമ്പോൾ, അയ്യോ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന സ്റ്റേജ് ഷോയ്ക്കാണ് പ്രാധാന്യം, ഇവിടെ അങ്ങനെ ഒന്നും നടക്കില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നമുക്ക് നടപടിയെടുക്കാൻ കഴിയുമല്ലോ, കാര്യങ്ങൾ അറിയട്ടെ എന്ന് പറയുന്ന താരസംഘടന, അത് അപഹാസ്യരാകുന്നുണ്ട് അവർ മലയാളികളുടെ മുന്നിൽ എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ ഇതുപോലെ ഒരു ജനാധിപത്യ സംഘടന വാ തുറക്കേണ്ട സമയത്തൊക്കെ അവർ മിണ്ടാതിരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മറ്റേത് ഇന്ത്യൻ ഇപ്പൊ ബോളിവുഡ്, മോളിവുഡ്, ടോളിവുഡ്, കോളിവുഡ്, അങ്ങനെ പല നമ്മളിങ്ങനെ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു മേഖലകളിലുള്ളതിൽ കൂടുതലും ഒരുവിധം ജനാധിപത്യപരമായ ഒരു സംഘടനാ ബോധ്യം എന്ന രീതിയിൽ AMMA വന്നപ്പോ വന്നിരുന്നു. അതിനുശേഷം അതിന്റെ പിളർപ്പുണ്ടായി.